ഹലോ ഗെയ്സ്, ഇന്നൊരു ശബരിമല വ്ളോഗാണ് കേട്ടോ. ശബരിമല വ്ളോഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവരെയും കാണിക്കാമെന്ന് കരുതി. എല്ലാവരും കൂടെ ചേരുമ്പോൾ ഒരു രസമല്ലേ, അപ്പോൾ ആ ഒരു രസം നിങ്ങളിലേക്ക് എത്തിക്കാമെന്ന് കരുതി. ഞങ്ങളെ വീട്ടിൽ വെച്ചിട്ടായിരുന്നു കെട്ട്. അപ്പം പഴമയുടെ ആ ഒരു രീതിയിൽ തന്നെയാണ്, പഴയ രീതിയിൽ തന്നെയാണ് എല്ലാവരും വന്ന് അവരവർക്ക് പറ്റുന്ന എല്ലാം ഞാൻ ദക്ഷിണയൊക്കെ കൊടുത്ത് എല്ലാവരുടെ അനുഗ്രഹമൊക്കെ വാങ്ങി. അങ്ങനെ എല്ലാവരും കൂടെ ചേരുമ്പോൾ ഉള്ളൊരു, എല്ലാവരും ഒത്തുചേരുന്ന ഒരു നിമിഷം, അത് ഒരു വേറെ തന്നെയാണ്, അതിൻ്റെ ഒരു സുഖം വേറെ തന്നെയാണ്. അപ്പോൾ ഇതിപ്പം ഞങ്ങളുടെ വീട്ടിലുള്ളവരും തൊട്ടടുത്തുള്ള ഒത്തിരി വീട്ടിലെ എല്ലാവരും കൂടെ ചേർന്നിട്ട് നല്ല സന്തോഷത്തോടു കൂടി അവരെ യാത്ര അയക്കുമ്പോൾ ഉള്ളൊരു മനസ്സിൻ്റെ സുഖം അത് വേറെ തന്നെയാണ്. അത് അവർ പോകുന്നതിന് മുന്നേ ഒരുമിച്ച് ഫുഡ് കഴിക്കുക, ഒരുമിച്ച് ഇപ്പം തേങ്ങ അത് വൃത്തിയാക്കുന്നതായാലും നെയ്യ് നിറയ്ക്കുന്നതായാലും പിന്നെ എല്ലാവരും കൂടെ ചേരുമ്പോഴാണല്ലോ അതിൻ്റെ ഒരു മനസ്സിനും ഒരു തൃപ്തി, ഒരു സന്തോഷവും സമാധാനവും എല്ലാവരും കൂടെ ചേരുമ്പോഴാണ്. ഇപ്പോഴൊന്നും എങ്ങും ഇങ്ങനെ ഒരു ഇത് ഞാനങ്ങനെ കണ്ടിട്ടില്ല. എല്ലാവരും അമ്പലത്തിൽ പോയി മാലയിടും, അമ്പലത്തിൽ പോയി കിട്ടും, അവിടെ നിന്ന് പോവും, വീട്ടുകാർ മാത്രം അങ്ങനെ. പക്ഷെ ഞങ്ങളുടെ ഇവിടെയൊന്നും അങ്ങനെയല്ല. ഇപ്പോൾ ഏത് വീട്ടിലിപ്പോൾ ഒരാൾ പോയാലും ആ നാട്ടിലുള്ള എല്ലാവരും കാണും. എല്ലാവരും കൂടെ ഒരുമിച്ച് അവരുടെ കയ്യിലൊരു 10 രൂപയാണെങ്കിൽ അത്ര, അത് ദക്ഷിണ കൊടുത്ത് അങ്ങനെ സന്തോഷത്തോടുകൂടി അനുഗ്രഹിച്ച് വിടുമ്പം അത് കാണുന്നവർക്കും എല്ലാം ഒരു സന്തോഷം തന്നെയാണ്. അങ്ങനെയാണ് വ്ളോഗാക്കാമെന്ന് കരുതിയത്. അവരവരുടെ അമ്മ ഇങ്ങനെ ഇരുമുടി കെട്ടിനെ തലയിലേക്ക് പിടിച്ച് വെച്ച് കൊടുക്കും. എന്നിട്ട് തിരിഞ്ഞ് നോക്കാതെ വേണം ബേക്കിലോട്ട് പോകാനായിട്ട്, അതായത് മുറ്റത്തേക്ക് ഇറങ്ങാനായിട്ട് തിരിഞ്ഞ് നോക്കാതെ വേണം പോകാനായിട്ട്. അതിനുശേഷം അവിടെ ഒരു ഗണപതി എന്ന് സങ്കല്പിച്ച് അവിടെ നമ്മളൊരു കല്ല് വയ്ക്കും, അവിടെ തേങ്ങ അടിച്ച് എന്നിട്ടാണ് പോകുന്നത്. ഇവിടെ തേങ്ങ അടിക്കും, പിന്നെ പമ്പയിൽ തേങ്ങ അടിക്കും, അങ്ങനെ ബാക്കി കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. ഇവിടുത്തെ എല്ലാ ഈ കാര്യങ്ങളും ഇതെല്ലാം എങ്ങനെയാണ്. ഭഗവാനെ ദേവനെ ഇപ്പൊ പോയ